നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഈ ഒരു കുട്ടിദോശ, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കണ്ടേക്കണേ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന കുത്തരി, ഒരു ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അരിയാണ് നമ്മളുടെ ഈ ഒരു ദോശയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയും നിറവും മണവും ഒക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരി. ഒരു ഗ്ലാസ് അളവിൽ തന്നെ പച്ചരിയും എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കൊരു അര ഗ്ലാസ് അളവിൽ ഉഴുന്നും കൂടി എടുത്ത് വയ്ക്കുക. നമ്മൾ അളന്നെടുത്ത ഗ്ലാസ് ഏതാണോ അതിന് നേർപകുതിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. എടുത്ത് വെച്ച ഉഴുന്ന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇതായിപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ മാവ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഉലുവ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർത്തൊന്ന് വെച്ചിട്ട് കളർ വ്യത്യാസങ്ങളോ കയ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി കുതിരാനായിട്ട് വയ്ക്കണം. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുത്തരിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ രണ്ടും ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ കൊണ്ട് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. നമുക്ക് അതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ആദ്യം തന്നെ ഉഴുന്നും ഉലുവയും കൂടി കുതിർത്തത് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുത്തരിയും പച്ചരിയും കൂടി അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 2 പാട്ടായിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. അരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. നല്ല പാകത്തിന് ഒട്ടും തരിയൊന്നും ഇല്ലാതെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു വയ്ക്കാം. ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ചോറ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ഒരു തവി ചോറ് ചേർത്ത് കൊടുക്കുവാണ്. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചോറുണ്ട്. അപ്പോൾ അതും കൂടി അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചോറിന് പകരം ഈ അളവിൽ തന്നെ അവലാണെങ്കിൽ നമുക്കിതുപോലെ അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ അരച്ചെടുത്ത് റെഡിയാക്കി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോകാനൊന്നും പാടില്ല. കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് മൂടി വയ്ക്കാം. മാവ് നല്ലപോലെ ഒന്ന് പുളിച്ച് പൊന്തി വരട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഉണ്ടാക്കണതിൻ്റെ തലേദിവസം രാത്രിയാണ് ഇതുപോലെ ചെയ്ത് അടിച്ച് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ച ശേഷം ഇത് പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കാനില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ മാവ് ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണയും തടവി കൊടുത്തു. ഇനി മാവ് പതുക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം പരത്താതെ കുറച്ച് കുട്ടി ദോശയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറുതായിട്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സാധാരണ ദോശ പോലെ തന്നെ നമുക്ക് പെട്ടെന്നത് വേവിച്ചിട്ടെടുക്കാം. നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ടും നമ്മളുടെ ദോശ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുത്തേക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയും കൂടി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. എന്നും നമ്മൾ കഴിക്കുന്ന ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഒരു രുചിയാണ് ഈ ഒരു ദോശയ്ക്ക്. സാമ്പാറിനും ചമ്മന്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എന്തോരം വേണമെങ്കിലും നമ്മൾ കഴിച്ചു പോകും. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇങ്ങനെ മാത്രമല്ല, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുത്താലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്